ഇന്നൊരു പടത്തിന് പോകാനായിട്ട് വീട്ടിലേക്ക് വന്നാട്ടോ. വീട് അത്യാവശ്യം അമ്മ എന്നോട് പറഞ്ഞത് നല്ല മാങ്ങ ഇട്ട് വെച്ച ചെമ്മീൻ കറിയുണ്ട്. അതേപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരറ്റ് ഉപ്പേരി ഉണ്ടെന്നാണ്. ഇത് കേട്ടപ്പോൾ പിന്നെ ഇങ്ങനെ ഫുഡ് കഴിക്കാതിരിക്കുക. അങ്ങനെ ഇതാ ഞാൻ കുറച്ച് ചോറും ക്യാരറ്റ് ഉപ്പേരിയും മീൻ കറിയൊക്കെ എടുത്ത് വന്നിരുന്നു. അങ്ങനെ അത് രണ്ടും കൂടി മിക്സ് ആക്കി ഒരു വായ കഴിച്ചത് എൻ്റെ അമ്മോ സ്വർഗ്ഗം കണ്ടു എന്ന് പറഞ്ഞാൽ അത്രയും ടേസ്റ്റായിരുന്നു. പിന്നെ ഞാൻ കുണിക്കുമോൾക്കും കുണുക്കനെല്ലാം ചോറ് വേലച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നുമില്ല, ഇനി പടത്തിനാണ്ട് എത്തിക്കഴിഞ്ഞാൽ കൊടുക്കത്തെ വിശപ്പായിരിക്കും. അപ്പോൾ ഇപ്പം തന്നെ വയറ് നിറച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ പ്ലേറ്റിൽ ചെമ്മീൻ ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ എന്നെ വിളിച്ച് കൊടുത്തതാണ്. വേറെ ഒന്നുമില്ല, ചെമ്മീൻ വെച്ച് ഒടുക്കത്തെ പ്രാന്താട്ടോ അവന്. നമ്മളങ്ങനെ വീട്ടിൽ മീൻകറി വെച്ച് കഴിഞ്ഞാൽ അതിന് ചെമ്മീൻ മൊത്തം വല വീശിയെടുക്കുന്ന ഒരാളാണ് അവൻ. പിന്നെ അതിന് കൊടുക്കാതിരിക്കാൻ പറ്റും. പിന്നെ എന്താ ഞാൻ ഫുഡെല്ലാം കഴിച്ചതിൻ്റെ ശേഷം ഞങ്ങൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. നമ്മളെ കാത്തുമ്പോൾ അമ്മാമ്മയുടെ കൂടെ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കണം നിപ്പാട്ടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അമ്മ കലിപ്പിൽ വരുന്നു. ഇത് ഞാൻ ഓൺ വോയിസ് എടുക്കും. കാര്യം എന്താ വെച്ചാൽ ഇത്ര നേരം പിള്ളേർ ടി വി ആണ്, എന്നിട്ട് അത് ഓഫ് ചെയ്താലും വന്ന് വണ്ടിയിൽ കയറിയപ്പോൾ അതിൻ്റെ ദേഷ്യം തീർത്തതാട്ടാ. അങ്ങനെ നമ്മൾ ശോഭയിൽ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ ആ പിള്ളേരിനെല്ലാം കൊണ്ട് മുകളിലേക്ക് കയറി ആ ടിക്കറ്റും കാണിച്ച് ഉള്ളിലേക്ക് കയറിയപ്പോൾ ആദ്യം ഏട്ടൻ പോകുന്നത് പിള്ളേർക്കുള്ള ഫുഡ് മേടിക്കാനാണ്. അവർക്കുള്ള ഈ പോപ്കോണും പെപ്സിയും മേടിച്ചില്ലെങ്കിൽ അവർ നമ്മളെ സമാധാനത്തോടെ പടം കാണാൻ സമ്മതിക്കില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിതൊക്കെ ആദ്യം തന്നെ മേടിച്ച് വയ്ക്കും. അപ്പോൾ അതാ നമ്മളെ കാത്തുമിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ടുള്ള വാശി. അങ്ങനെ അമ്മ ഐസ്ക്രീമൊക്കെ മൂന്നാൾക്ക് മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ കയ്യിൽ കോള കണ്ടപ്പോൾ ആൾക്ക് അതും വേണം. അങ്ങനെ അതും കുറച്ച് കുടിച്ചതിന് ശേഷം ഞങ്ങൾ കാത്തുമ്മേനെ ഐസ്ക്രീം ഇഷ്കുന്നതായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മൂന്നെണ്ണം ഞങ്ങൾക്ക് തരില്ല. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഉടായിപ്പോൾ എൻ്റെ മേടിക്കലും മാത്രമേ ഒരു ഓപ്ഷനുള്ളൂ. അത് ഞാൻ അമ്മയും കൂടിയിട്ട് അവരിൽ നിന്ന് ഐസ്ക്രീമൊക്കെ ഇഷ്കേൻ്റെ ശേഷം എന്താ നമ്മൾ പടം കാണാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയോണ്ട് തന്നെ ഈ മേടിച്ച ഫുഡൊക്കെ ഇപ്പോഴേ തീരുന്നത് കൊണ്ട്, കാരണം ഞങ്ങൾ അത്യാവശ്യം നേരം അവിടെ പോസ്റ്റ് ആയിരുന്നു. പിന്നെ തിയേറ്റർ തുറന്നു ഞങ്ങൾ ഓടി കയറി. ഞങ്ങളായിരുന്നു ഫസ്റ്റ് കയറിയത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ശീലം ഇന്നുള്ളതാണ്. പിന്നെ ഞങ്ങൾ സീറ്റെല്ലാം പിടിച്ചിരുന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞങ്ങൾ പേരറിയാത്തൊരു പടത്തിന് വരുന്നത്. അങ്ങനെ ഇതാ ഞങ്ങൾ കാണാൻ വന്ന പടം ഇതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു കോളേജ് ലൈഫായിട്ടുള്ള സ്റ്റോറി ആയിരുന്നു കേട്ടോ. പക്ഷേ ഒരുപാട് കോമഡിയും കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയതും എന്താ നമ്മളെ കാത്തുമ്മയ്ക്കും കുണുക്കനും കുണിക്കൊക്കെ വിശന്ന് തുടങ്ങി. അങ്ങനെ എന്താ അമ്മ അവർക്ക് വേണ്ട ദോശയും കറികളൊക്കെ മേടിക്കാൻ പോയി കേട്ടോ. എൻ്റെ നമ്മളെ കാത്തുമ്മ കുറേ പിണക്കമുണ്ട്, സന്തോഷമുണ്ട്. ഇതൊക്കെ സ്ഥിരമായിട്ട് ഈ മൂന്നാൾ തമ്മിൽ ഒരുമിച്ചുള്ളപ്പോൾ കുറേ സ്നേഹിക്കും, അതേപോലെ അടി ഉണ്ടാക്കുകയും ചെയ്യും. അതിൻ്റെ ഇടയിൽ അമ്മയിലൊരു ഉഴുന്നുവട കണ്ടു. അത് ഞാൻ തുണ്ട് പൊട്ടിച്ച് ചട്നിയിലും സാമ്പാറിലൊക്കെ മുക്കി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉഴുന്നുവട ഇങ്ങനെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ അവിടെ നിന്ന് അധികം ഫുഡൊന്നും കഴിച്ചില്ല. കാരണം എൻ്റെ മീൻകറി വീട്ടിലിരിക്കുന്നുണ്ട്. എനിക്ക് വീട്ടിലെത്തിയിട്ട് വേണം ചോറുണ്ണാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ ഞാൻ കാത്തുമ്മയ്ക്ക് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്, കാത്തുമ്മയ്ക്കും കുണിക്കും. കാരണം ഞാൻ ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോൾ ഒരു ആരും എന്നെ ശല്യം ചെയ്യാൻ പാടില്ല. അതിനാണ് ഞാൻ അവർക്ക് ആദ്യം ഫുഡ് കൊടുത്തത്. എന്നിട്ട് ഇതാ നമ്മളെ മീൻകറിയും ക്യാരറ്റ് ഉപ്പേരിയും പപ്പടം എല്ലാം കൂട്ടി ഒരു പിടി പിടിച്ചു. എൻ്റെ അമ്മോ ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ഇടയ്ക്ക് വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കുമ്പോഴാണ് അടുത്ത് താമസിക്കുന്നതിൻ്റെ ഗുണം അറിയുന്നത്. എന്തായാലും അടിപൊളിയായിരുന്നു ഇന്നത്തെ ഫുഡ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇവിടെ ഇത്രയ്ക്കുള്ളൂ. ബൈ.